കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല, കേൾക്കുന്നതെല്ലാം സത്യമാകണമെന്നില്ല, ചെയ്യുന്നതെല്ലാം സത്യമാകണമെന്നില്ല, പറയുന്നതെല്ലാം സത്യമാകണമെന്നില്ല. സത്യം ഒന്നു മാത്രം. ഇൻസൈറ്റ്, ദ ട്രൂ അനാലിസിസ്. നമസ്കാരം. ഇൻസൈറ്റിൻ്റെ ദി ട്രൂ അനാലിസിസിലേക്ക് സ്വാഗതം. ഞാൻ എൻ എ മുഹമ്മദ് കുട്ടി. ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പ് രാജ്യത്ത് നാട്ടുരാജാക്കന്മാരുടെ ഭരണമാണ് നിലനിന്നിരുന്നത്. ഈ സമയം രാജ്യത്തെ ജനങ്ങളെല്ലാം രാജാവിൻ്റെ പ്രജകളായിരുന്നു. ഇതൊരു ഫ്യൂഡൽ മാടമ്പി സങ്കല്പത്തിൻ്റെ ഭാഗവുമാണ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പരിപൂർണ റിപ്പബ്ലിക്കായി പ്രജകളെല്ലാം ജനാധിപത്യത്തിലൂടെ രാജ്യത്തെ പൗരന്മാരായി മാറി. എന്നാൽ പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും മാറിവരുന്ന ഭരണകൂടങ്ങൾ പൗരന്മാരെ വീണ്ടും പ്രജകളാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തിവരുന്നത്. വേടൻ എന്ന വ്യക്തിക്കെതിരെ ഉയരുന്ന പല ആരോപണങ്ങളോടും ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ചെയ്ത തെറ്റിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. മീറ്റു ആരോപണങ്ങളടക്കം തനിക്ക് നേരെ വന്നപ്പോൾ ക്ഷമ പറഞ്ഞുകൊണ്ട് സമൂഹത്തിനകത്തേക്ക് വന്ന വ്യക്തിയാണ് വേടൻ. കേവലം 28 വയസ്സ് മാത്രമുള്ള ഈ യുവാവ് തൻ്റെ പാട്ടുകളിലൂടെ, വരികളിലൂടെ ശക്തമായ രാഷ്ട്രീയം ഉയർത്തുകയാണ്. തൻ്റെ വരികളിലൂടെ സംഘപരിവാറിനും CPM-നും ഇവിടെ ജാതി സ്പർദ്ധയുണ്ടാക്കുന്ന എല്ലാവർക്കുമെതിരെ വേടൻ കൃത്യമായ രാഷ്ട്രീയം പറയുന്നു. അതിനെതിരെയുള്ള അമർഷമാണ് ഈ കാണുന്നത്. വേടൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം വർത്തമാനകാലത്ത് ഏറ്റവും പ്രസക്തമാണെന്നതിൽ ചിന്തിക്കുന്ന ബുദ്ധിയുള്ള വിവേകശാലികളായ പുതിയ തലമുറയ്ക്ക് യാതൊരുവിധ സംശയവുമില്ല. വലിയൊരു തലമുറയെ വേടൻ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. 7000 പേർക്കിരിക്കാവുന്ന ഗ്രൗണ്ടിൽ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അടങ്ങുന്ന 10,000 ആളുകളാണ് മണിക്കൂറുകളോളം വേടനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. വേടൻ്റെ പിന്നിലുള്ളവരെ പ്രത്യേകം പഠിക്കണമെന്നാവശ്യപ്പെട്ട് NR മധുവിനെ പോലുള്ള ചിലർ ന്യൂനപക്ഷ സമുദായങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുമുണ്ട്. ഈ സമുദായത്തിന് വേടൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ഏത് സംഗതിയെപ്പോലെയുമാണ്, അല്ലാതെ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കേണ്ടതോ രംഗത്തിറക്കേണ്ടതോ ആയ ഒന്നുമല്ല. പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും വേടൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം പുതിയ കാലത്ത് ഏറ്റവും പ്രസക്തമാണ്. ഈ ജന്മിത്ത വ്യവസ്ഥയെ അദ്ദേഹം ശക്തമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല ആശയമുള്ള വരികൾ കൊണ്ട് ജാതി ജന്മിത്ത വ്യവസ്ഥയെ അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഉന്നത കുലജാതന്മാർ ഒന്നുമല്ലെന്നും അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു ചുക്കുമില്ലെന്നും അദ്ദേഹം പാടുന്നു. ഇത് പലരെയും അലോരസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വേടൻ എന്നത് പിന്നീട് അദ്ദേഹം സ്വീകരിച്ച പേരാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ശ്രീലങ്കക്കാരിയാണ്. ഇതൊക്കെ വെച്ച് തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തെ പൂട്ടാനുള്ള ശ്രമങ്ങളും നടന്നു. ഇനിയും പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. പുതിയ കാലത്ത് ജനാധിപത്യം എന്നത് വെറുമൊരു ഓമന പേര് മാത്രമാണ്. ഭരണാധികാരികളെ വിമർശിക്കാൻ പറ്റില്ല, ശക്തമായ കേസ് വരും. ചില ആളുകൾക്ക് 4-5 കൊല്ലം മുമ്പ് വേടൻ പാടിയത് അവർ കരുതുന്നയാളെ കുറിച്ചാണെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയാണ്. ഉലകം ചുറ്റുന്നു, പൈസയൊക്കെ കളയുന്നു, ഒരു ഉപകാരവുമില്ലാത്ത ഭരണാധികാരി എന്നൊക്കെ പാടുമ്പോൾ അവർക്ക് തോന്നുകയാണ് അത് നമ്മുടെ ആളെപ്പറ്റി തന്നെയാണല്ലോ പറയുന്നത് എന്ന്. നടപടിക്രമങ്ങളൊക്കെ പെട്ടെന്ന് പൂർത്തിയാക്കി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പലരുടെയും ആനക്കൊമ്പും പുലിപ്പല്ലും നഖവുമൊക്കെ ഇതിനു മുമ്പും വാർത്തകളായി വന്നിട്ടുണ്ടെങ്കിലും അവരുടെ വീട്ടിലേക്കൊരു FIR ഇടാൻ പോലും പോലീസുകാരും പോയിട്ടില്ല. ഇങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്നത് പുലിപ്പല്ലാണെന്നും പറഞ്ഞ് വളരെ വേഗത്തിൽ വിവിധ വകുപ്പുകൾ രംഗത്തിറങ്ങുന്നത്. ഇത് സ്വാഭാവികമായും വിമർശിക്കപ്പെടേണ്ടതാണ്. ഇതെല്ലാം ജാതീയതയുടെ പേരിലാകുമ്പോൾ ശരിക്കും വിമർശിക്കപ്പെടേണ്ടതാണ്. ഇന്ത്യയിൽ ഏതൊരു ഭരണത്തെയും ന്യായീകരിക്കണം എന്നൊരു നിയമമൊന്നുമില്ല. രാജാവ് നഗ്നനാണെന്ന് ഏതെങ്കിലും വേടൻ വിളിച്ചു പറയണം. എല്ലാവരും
ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും വേടനത് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഉത്തരേന്ത്യയിൽ നിരവധി വീടുകളാണ് ബുൾഡോസർ രാജ്യനിരയാക്കിയത്. ഇങ്ങനെ ചെയ്തതെന്ന് രാജ്യത്തെ പരമോന്നത നിയമ സംവിധാനമായ സുപ്രീം കോടതിയുടെ വിധി വരെയുണ്ട്. അതൊന്നും ചിലർക്ക് ബാധകമാകുന്നില്ല. വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറന്നവർ ഒരു വരി കൊണ്ട് പോലും ഇതിനെ പ്രതിരോധിക്കുന്നില്ല. എല്ലാവരും ഇതൊക്കെ അനിവാര്യമാണെന്ന വിശ്വാസത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നു. സഹിക്കാൻ ഒരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കാൻ എല്ലാവരും. ഇത്തരം സന്ദർഭങ്ങളിൽ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ഏതെങ്കിലും ഒരു വേടൻ ആവശ്യമുണ്ട്. അതിനാൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നതിന്, വർഗവർണ്ണത്തിൻ്റെ പേര് പറഞ്ഞ് പരസ്പരം തെറ്റിപ്പിക്കുന്നതിന്, കൊല്ലുന്നതിന്, മനുഷ്യനായി കാണാതെ പുഴുവായി മനസ്സിലാക്കുന്നതിന് തുടങ്ങി ഇത്തരത്തിലുള്ളവയ്ക്കെതിരായ ഏത് പ്രതികരണവും എന്നും പ്രസക്തമാണ്. അത് ഏത് മതം ചെയ്താലും ഏത് വ്യക്തി ചെയ്താലും വേടൻ്റെ വരികളും അതിലെ ശക്തമായ രാഷ്ട്രീയവും വളരെ പ്രോബ്ലമാറ്റിക്കായാണ് ഈ സമൂഹം എടുക്കുന്നത്. അത് സെൻസിബിളായിട്ടുള്ള ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. മാധ്യമ മുതലാളിമാരുടെ പല കേസുകളും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നതും അവർ സമൂഹത്തിന് പുണ്യവാളന്മാരായി തീരുന്നതും ചർച്ച ചെയ്യുന്നില്ല. ശ്രീനാഥ് ഭാസിയെ അറസ്റ്റ് ചെയ്തപ്പോഴും അയാളുടെ കല റദ്ദാക്കുമെന്നൊരു ആവശ്യം എവിടെയും കണ്ടില്ല. അപ്പോഴൊന്നും ഉണ്ടാവാത്ത പ്രശ്നങ്ങൾ എങ്ങനെയാണ് വേടന് മാത്രം ഉയർന്ന് വരുന്നതെന്നാണ് മനസ്സിലാവാത്തത്. താൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും സിന്തറ്റിക് ലഹരി ഉപയോഗത്തിലേക്ക് പോകരുതെന്ന് കുട്ടികളോട് വേടൻ ആവശ്യപ്പെടുന്നുണ്ട്. ഈ സിന്തറ്റിക് ലഹരിയുടെ ഉറവിടം പോലും കണ്ടെത്താൻ സാധിക്കാതെ 6 ഗ്രാം കഞ്ചാവ് കണ്ടെത്തിയെന്ന കാരണത്താൽ അയാളുടെ ചരിത്രം വരെ ചികഞ്ഞെടുത്ത പോലീസിൻ്റെ താല്പര്യത്തിൻ്റെ പേരും ജാതീയത എന്നാണ്. ആ ജാതീയതക്കെതിരെയല്ലേ പ്രതികരിക്കേണ്ടത്? ശ്രീലങ്കയിൽ നിന്നുള്ള അഭയാർത്ഥി കുടുംബത്തിലെ അംഗമാണ് വേടൻ. എത്രത്തോളം ട്രോമോകളിലൂടെ ആവാം അയാൾ കടന്നു പോന്നിട്ടുണ്ടാവുക. ഇതെല്ലാം അതിനകത്തൊരു ഘടകമാണ്. ദളിതരായ ആളുകൾ കുറ്റാരോപിതരാകുന്ന കേസുകളിൽ അതിനെതിരെ സംസാരിക്കുന്നത് ഇരവാദം മുഴക്കുന്നതാണെന്നാണ് ആളുകളുടെ വാദം. വിക്ടിം കാർഡ് പ്ലേ ചെയ്യുന്നുവെന്ന് പറയുന്നതിൽ തന്നെ വലിയ പ്രശ്നമുണ്ട്. വിക്ടിം അഥവാ ഇര എന്നത് വളരെ പ്രശ്നമുള്ള ഒരു വാക്കാണിത്. അതൊരു സമൂഹത്തിനെതിരെ പ്രയോഗിക്കുന്നതും പ്രശ്നമാണ്. കാലാകാലങ്ങളായി ഈ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇതിലും വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളവരുള്ള ഈ നാട്ടിൽ വേടനെ പോലെ ഒരാൾക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമില്ലെന്ന് പറയുന്ന തരത്തിലുള്ളൊരു ബുള്ളിംഗ് ഉണ്ട്. ഇതിനെതിരെ പ്രതികരിക്കാനുള്ള ആർജവം യുവതലമുറ നേടിയെടുക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഇത് വീക്ഷിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ട്രയാങ്കിളിൽ രേഖപ്പെടുത്തുക. ഒരു മാറ്റത്തിന് തയ്യാറാവുക. ആ മാറ്റം സൃഷ്ടിക്കേണ്ടത് നിങ്ങളാണ്. അതിനായി കൃത്യമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക.